എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നു. പ്രകാശ് ജാവ്ദേക്കർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർലമെന്ററി ചുമതലയോ ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനോ അല്ല. രാജേന്ദ്രൻ പറയുന്നത് പോലെ പ്ലാന്റേഷൻ വിഷയമോ മൈഗ്രേഷൻ വിഷയമോ ഒന്നും ചർച്ച ചെയ്യേണ്ട ആളല്ല. മാത്രമല്ല അദ്ദേഹം കൂടെ പോയി കാണുന്നത് തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ദുരൈയുമായി ചേർന്ന അധ്യക്ഷനാണെന്ന് എൻ്റെ അറിവ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായാണ് പോയി കാണുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയാണ്. ആ രാഷ്ട്രീയ കൂടിക്കാഴ്ച ഇനിയും അദ്ദേഹം CPM-ൽ നിൽക്കും എന്ന LDF കൺവെൻഷനിൽ MM മണിക്ക് അടുത്തിരുത്തിയപ്പോൾ ഉള്ള ആത്മവിശ്വാസം CPM-ന് ഇപ്പോൾ ഉണ്ടോ ശ്രീ കെ അനിൽകുമാർ? അങ്ങനെ രാജേന്ദ്രൻ പോവുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്ന്, അതുകൊണ്ട് BJP പ്രതിരോധിക്കാൻ കെൽപ്പുള്ള പാർട്ടി CPM ആണ് എന്ന് പറഞ്ഞ് നറേറ്റീവിന് കിട്ടുന്ന പ്രഹരമാവില്ലേ അത് ശ്രീ അനിൽകുമാർ? ബഹുമാനായ AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ ഇപ്രകാരം കോൺഗ്രസിലേക്ക് പോകുന്ന, കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു പാർട്ടികളിൽ നിന്നും BJP റാഞ്ചിയെടുത്ത MLA-മാരുടെ കണക്ക് പറഞ്ഞു. അത് 411 MLA-മാരാണ്. എത്ര MP-മാരും മുൻ MP-മാരുമുണ്ട്. അദ്ദേഹം പുറപ്പെടുവിച്ച പ്രസ്താവനയിലെ കണക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു. 12 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ, കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന 3 പേരുടെ മക്കൾ, അതിൽ ഒരാളെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹത്തിൻ്റെ മകൻ. ഇങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പോയിട്ടുള്ള 100 കണക്കിന് നേതാക്കളുടെ സ്ഥാനമാനങ്ങൾ തേടി പോയിട്ടുള്ള നേതാക്കൾ മാത്രമല്ല, കർണാടകത്തിലെ ഒരു ഗവൺമെൻറ് തന്നെ കാലുമാറ്റത്തിലൂടെ മുന്നുകുത്തിയതാണ്. മധ്യപ്രദേശിൽ ജയിച്ച കോൺഗ്രസ് കാലുമാറ്റത്തിലൂടെ മുന്നുകുത്തിയതാണ്. ഇപ്പം തന്നെ ഹിമാചൽ പ്രദേശിലാണ് ഉത്തരേന്ത്യയിൽ ആകെ കോൺഗ്രസിന് ഒരു ഗവൺമെൻറ് ഉള്ളത്. ആ ഗവൺമെൻറ്റുള്ള അവിടെ ഇവർ മത്സരിപ്പിച്ച ഇവരുടെ വ്യക്താവായിരുന്ന പ്രധാനപ്പെട്ട നേതാവിന് ജയിക്കാനാകാത്ത വിധം 6 കോൺഗ്രസ്സുകാർ കാലുമാറി. ശരിയാണ് അൽകുമാർ, പക്ഷേ അവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് MLA-മാരുണ്ട്, കോൺഗ്രസ് MP-മാരുണ്ട്. അങ്ങനെയാണ് ഒരു സാഹചര്യം. അങ്ങനെയാണല്ലോ ഇപ്പോൾ CPM-ന് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം പറയാൻ കഴിയുന്ന ഏതാണ് കേരളമാണ്. ഇപ്പോൾ കേരളത്തിലെ പത്മജ വേണുഗോപാൽ പോകുന്നത് പോലെയോ അനിൽ കെ ആന്റണി പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതോ പത്മിനി തോമസ് പോകുന്നത് പോലെയാണോ? ഇത് എസ് രാജേന്ദ്രൻ 3 തവണ, ഒന്നല്ല 3 തവണ അവിടുത്തെ MLA ആയ ആളാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആളാണ്, തോട്ടം തൊഴിലാളി മേഖലയിൽ നല്ല സ്വാധീനമുള്ള ആളാണ്, CITUവിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഒരു കടുത്ത കേഡറാണ് BJP-യുമായി ചർച്ച നടത്തുന്നത്. ശ്രീ കെ അനിൽകുമാർ, അതിനെക്കുറിച്ചുകൂടി പറയൂ. അല്ല, ഞാനതിലേക്ക് വരാം. ഇവിടെ കോൺഗ്രസിനെ കുറിച്ചും BJP-യെ കുറിച്ചുള്ള ഞങ്ങളുടെ സമീപനം എന്താണെന്നും കൂടെ ഞാൻ വ്യക്തമാക്കണം. അതിന് കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ബോധം എന്താണ്, കാഴ്ചപ്പാട് എന്താണ്? BJP-യേക്കാൾ കോൺഗ്രസ് ഏത് കാര്യത്തിലാണ് മെച്ചപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടിലും കോൺഗ്രസ് ഒരു കക്ഷിയായിരുന്നില്ലേ? നമ്മൾ കണ്ടിട്ടുള്ള 2G സ്പെക്ട്രം ഇടപാട്, കൽക്കരി കുംഭകോണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കച്ചവടം. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ആഗോളവൽക്കരണം നടപ്പാക്കിയൊരു പാർട്ടിയാണ്. ആ പാർട്ടി എങ്ങനെയാണ് സാമ്പത്തിക നയങ്ങളിൽ BJP-യേക്കാൾ മെച്ചമാകുന്നത്? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യമാണ് 3 കർഷക നിയമങ്ങളായി BJP നടപ്പാക്കിയത്. പാർലമെന്റിൽ ആ വിഷയം ഉന്നയിച്ചപ്പോൾ BJP-യുടെ മന്ത്രി തോമർ പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വായിച്ചു നോക്ക്, വായിച്ചദ്ദേഹം പാർലമെന്റിൽ. അത് പറഞ്ഞാൽ BJP-യുടെ നയം. അപ്പോൾ കോൺഗ്രസും BJP-യും തമ്മിൽ യഥാർത്ഥത്തിൽ നയവ്യത്യാസമില്ല. കോൺഗ്രസ്സുകാരിരുന്നപ്പോൾ നടപ്പാക്കിയിട്ടുള്ള കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ മോദി സർക്കാർ 10 കൊല്ലമായി നടപ്പാക്കി എന്നുള്ളതാണ് പ്രത്യേകത. അന്നും ഇന്നും അധികാരത്തിലാണ് കോർപ്പറേറ്റുകൾ. BJP ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും അധികാരത്തിലാണ് കോർപ്പറേറ്റുകൾ. നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? വിഷയത്തിലേക്കൊന്നും വരാമോ ശ്രീ കെ അനിൽകുമാർ? നമ്മൾ പത്മജ വേണുഗോപാൽ പോയപ്പോൾ ചർച്ച ചെയ്തതാണ്, കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയതാണ് അല്ലേ? അങ്ങനെ ഓർമ്മയുണ്ട്. അനിൽ കെ ആന്റണി പോയപ്പോൾ ചർച്ച ചെയ്താണ്, കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയതാണ്. ഇവരെക്കാളൊക്കെ ജനസ്വാധീനമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവ് BJP-യുമായി ചർച്ച നടത്തുന്നു. സർ, നിങ്ങളുടെ ക്യാമ്പിലുള്ളതാണ്. ഈ പറയുന്ന പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ലാത്ത കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകുന്നു ആരോപിക്കുമ്പോൾ 3 തവണ MLA ആയ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള അവിടുത്തെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തലയിൽ മുണ്ടിട്ട് അങ്ങ് ഡൽഹിയിൽ പോയി ജാവ്ദേക്കറുമായി ചർച്ച നടത്തി ഇറങ്ങി വന്ന് പ്ലാന്റേഷൻ വിഷയം ചർച്ച ചെയ്യാണ് അവിടെ, അല്ല മൈഗ്രേഷൻ വിഷയമാണെന്ന് പറയുകയാണ്.
ഞാൻ ഒരു 2 വാചകം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പം ഞങ്ങൾ പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ കാശ് വാങ്ങിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പി തമ്മിൽ അകലമില്ല. ഇപ്പം നമ്മുടെ രാജ്യം ഞെട്ടലോടെ കേട്ട ആ കോർപ്പറേറ്റ് ബോണ്ട് അഴിമതി, അതിൽ നരേന്ദ്രമോദി വെട്ടിക്കൊടുത്തു, കോൺഗ്രസ്സുകാർ കരിക്ക് കുടിച്ചു. മോദി കുടിച്ച അത്രയും കരിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വെട്ടിക്കൊടുത്ത മോദിയാണ്, അത് കോൺഗ്രസ്സുകാർ കുടിച്ചു കരിക്ക്, അല്ലെ അമൃത്, ഇല്ലേ അവല്. അതാണ് മോദി ബി ജെ പി തമ്മിലുള്ള വ്യത്യാസം. തുകയുടെ വ്യത്യാസമേ ഉള്ളൂ, നയത്തിൽ വ്യത്യാസമില്ല. ഇനി പ്രധാനപ്പെട്ട തർക്കം എന്താണ്? ഹിന്ദുത്വ രാഷ്ട്രീയവുമായി കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്താണ് ഒരു പൊതുതലം? അത് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഡൽഹിയിലെ കോൺഗ്രസിന്, ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിനെ പോലെ വർത്തമാനം പറയാൻ പറ്റത്തില്ല. കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഒരു നിലവാരം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് സൂക്ഷിക്കാനാവില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഡൽഹി വെച്ച് മിണ്ടത്തില്ല, പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ച് വയനാട്ടിൽ വന്ന് മിണ്ടിക്കോളാം. ഇതാണ് കോൺഗ്രസ്. ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള അകലം എന്താണ്? ശരി, ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിനപ്പുറം ഈ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകാൻ നേരത്തെ കച്ചകെട്ടിയ ആളാണ്. ഈ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ മറുത്തു തീരുമാനമെടുക്കുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത ആളാണ്. ആ ബ്ലാക്ക്മെയിൽ ചെയ്ത ആളെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, LDF കൺവെൻഷനിൽ കൊണ്ടിരുത്തി. ഈ പറഞ്ഞ രാജേന്ദ്രൻ എന്നൊരാൾക്ക് വേണ്ടി സംസ്ഥാന CPM നേതൃത്വം പരാജയപ്പെട്ടു. ഇയാൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ നേതൃത്വം. നിങ്ങളുടെ പരാജയമാണ് ഇയാൾക്ക് അത് പറയാൻ വിമുഖത ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് വരാത്തത് എനിക്കറിയാം. പക്ഷെ അതുകൂടി പറഞ്ഞു പോവാങ്ങ്. അല്ലല്ല, ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യത്തിന് ഒരു ഭയമില്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ തലകുനിക്കൂ. ഹാഷ്മി പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ചർച്ചയിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യത്തിൽ രാഷ്ട്രീയ മറുപടി വേണ്ടേ? അത് കോൺഗ്രസ്സുകാരെ പൊള്ളിക്കുമ്പോൾ ഹാഷ്മി എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനത് പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് വരുമല്ലോ. എനിക്കെന്താ വിളിച്ചോടേണ്ട കാര്യം? ഇവിടെ ഇപ്പോൾ എന്താ രാജേന്ദ്രനെ കൊണ്ടുകൊണ്ട് ഞങ്ങളെന്താ ഉമ്മൻചാണ്ടി തലയെ മുണ്ടിട്ട് പോയില്ലേ ഞങ്ങളുടെ ഒരു MLA പിടിക്കാൻ? എന്താ ഹാഷ്മി ഇപ്പം ഞെട്ടിയത്? ഹാഷ്മി എന്തിനാ ഇന്ന് ഞെട്ടിയത്? ഉമ്മൻചാണ്ടി തലയെ മുണ്ടിട്ട് ഞങ്ങളുടെ ഒരു MLA പിടിക്കാൻ പാതിരാത്രി പോയി, അയാളുടെ വീട്ടിൽ പോയി തലയെ മുണ്ടിട്ടാ പോയത്. കോൺഗ്രസ്സുകാർ കാലുമാട്ടത്തിന്റെ ആശന്മാരാണ്. അല്ല, ഉമ്മൻചാണ്ടി നിങ്ങളുടെ MLA പിടിക്കാൻ പോയ അതേ തോതിൽ തന്നെയാണ് BJP നിങ്ങളുടെ MLA പിടിക്കാൻ വരുന്നത് നിങ്ങൾ കാണുന്നത്. ശ്രീ അൽകുമാർ, ഞാൻ പറയട്ടെ, അല്ലെന്ന് ഞാനൊന്ന് പറയട്ടെ. എൻ്റെ ആശയം പറയാൻ സമ്മതിക്കാതെ ഹാഷ്മി അസ്വസ്ഥമാകുന്നതിൻ്റെ പിന്നിൽ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞ ഹാഷ്മി എന്തിനാ ഇങ്ങനൊരു രക്ഷാദൗത്യം ഏർപ്പെടുത്തുന്നത്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മാന്യനായ കോൺഗ്രസ്സുകാരൻ, അദ്ദേഹത്തിന് 72 MLA മാർ, ഞങ്ങൾക്ക് 68 MLA മാർ. ഞങ്ങൾ പ്രഖ്യാപിച്ചു ഞങ്ങളാരും ഒരു കാലുമാറ്റത്തിനുമില്ല. ഉമ്മൻചാണ്ടിയുടെ കാലുമാറ്റത്തിലൂടെ നിങ്ങളുടെ സർക്കാരിനെ മാറ്റാൻ ഞങ്ങളില്ല, ഞങ്ങൾ 68 പേരായിട്ട് നിന്നോളാം. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ഉറക്കക്കുറവ്, ഉമ്മൻചാണ്ടിക്ക് ഉറക്ക ഗുളിക വേണം. അതിനെന്ത് ചെയ്തു? പാതിരാത്രിയിൽ ശെലവരാജൻ്റെ വീട്ടിൽ തലയെ മുണ്ടിട്ട് പോയി. PC ജോർജ് ഉണ്ടായിരുന്നു. PC ജോർജ് അന്ന് ഉമ്മൻചാണ്ടിയുടെ ചക്കര ബീരയായിട്ട് നടന്ന കാലമാണ്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് മാന്യതയോടെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഒന്നാമത്തെ EMS ഗവൺമെൻറ് 57 വരുമ്പോൾ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ 5 സ്വതന്ത്ര MLA മാരെ ഒറ്റയ്ക്ക് രാജ്ഭവന് വിളിച്ചു വരുത്തി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ ഇവിടുത്തെ ഗവർണർ? ഞങ്ങൾ പുതുതായിട്ട് കാണുകയാണോ ഇതൊക്കെ? രാജേന്ദ്രനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന BJP നീക്കത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയൂ. മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് രാജേന്ദ്രനെ കൊണ്ടുപോകാൻ നിരന്തരം ശ്രമിക്കുന്ന BJP നേതൃത്വത്തിനെതിരെയും കൂടെ എന്തെങ്കിലും പറ. നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ വിഷയം അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ച പ്രശ്നം എന്താണ്? എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ പോയി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു. തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ മോർച്ചയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. നേരത്തെ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. എസ് രാജേന്ദ്രനെ പോച്ച് ചെയ്യാൻ BJP നേതൃത്വം ശ്രമിക്കുന്നു. അത് ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഉമ്മൻചാണ്ടി കുറ്റം പറയേണ്ട കാര്യം എന്താണ്? താങ്കൾ BJP നേതൃത്വത്തിനെതിരെ കൂടെ പറ അനിൽകുമാർ. അപ്പോൾ ശരി. അപ്പോൾ അങ്ങനെയാണ് ഇനി BJP നേതൃത്വത്തിന് പറയാം. അങ്ങ് പറഞ്ഞ ഉപദേശം ഞാൻ സ്വീകരിച്ചു. കോൺഗ്രസ് നേതാവ് VD സതീശൻ പറയുന്നത് ഞങ്ങൾ BJP-ആയിട്ട് നേരിട്ടൊരു ബന്ധമില്ലെന്നാണ്. പിന്നെ കൂട്ടുകച്ചവടം ആരാണ് നടത്തുന്നത്? ലോക്നാഥ് ബെഹ്റ BJP-ആയിട്ട് കൂട്ടുകച്ചവടം നടത്തിയിട്ട് CPM ആഗ്രഹിക്കുന്നതനുസരിച്ച് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളെ കൊണ്ടുപോകണു. അങ്ങനെ കൊണ്ടുപോരാളുടെ പേരാണല്ലോ പത്മജ വേണുഗോപാൽ. അതിൻ്റെ തെളിവ് തരാമെന്ന് പറഞ്ഞു പോയിട്ട് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് 3-4 ദിവസമായി. VD സതീശൻ ഇതുവരെ തെളിവ് കൊണ്ടുവന്നില്ല. അപ്പം ഞങ്ങളും BJP തമ്മിലുള്ള ബന്ധം അതാണെങ്കിൽ
ഞങ്ങളും ബി ജെ പി തമ്മിലുള്ള ബന്ധം അങ്ങനെ പ്രതിപക്ഷ നേതാവ് വ്യാഖ്യാനിക്കുന്നതാണെങ്കിൽ കാശ്മീർ എന്നതിൽ ന്യായമില്ലല്ലോ. ഞങ്ങളും ബി ജെ പി തമ്മിൽ കൂട്ടുകച്ചവടം അല്ലല്ലോ. 2 ദിവസമായിട്ട് കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന നെറേറ്റീവ് പോയില്ലേ? കോൺഗ്രസ് എന്താ നെറേറ്റീവ് ഉണ്ടാക്കുന്നത്? കോൺഗ്രസിൽ നിന്നും ആളെ കൊണ്ടുപോകാൻ CPM BJP കൂട്ടുകച്ചവടം നടത്തുന്നു. കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി TP ജയരാജൻ പ്രവർത്തിക്കുന്നു. ശരി, ലോകനാഥ് പ്രവർത്തിക്കുന്നു. ശരി, ഞാൻ നമ്മുടെ മൂർത്തമായ വിഷയത്തിലേക്ക് അങ്ങ് വരുന്നില്ല. അങ്ങ് വരില്ല തീരുമാനിച്ച് അങ്ങ് വരാൻ കഴിയും. ഇല്ല, നമ്മുടെ ഒരു മൂർത്തമായ ഒരു ചോദ്യത്തിലേക്ക് താങ്കൾ വരില്ല. ഇപ്പൊ ഇത്രയും സമയം താങ്കൾ സംസാരിക്കുമ്പോഴും ഈ വിഷയത്തിലേക്ക് താങ്കൾ വരില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ നാരേറ്റീവാണ് പൊളിയുന്നത്. അനിൽകുമാർ, നിങ്ങളുടെ നാരേറ്റീവാണ് പൊളിയുന്നത്. ഇവിടെ നിന്ന് BJP-യിലേക്ക് പോകുന്നൊക്കെ കോൺഗ്രസ് നേതാക്കളാണെന്നുള്ള നിങ്ങളുടെ ഇലക്ഷൻ നാരേറ്റീവ് പൊളിയുകയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് അങ്ങോട്ടേക്ക് പോവാണ്, BJP-യുടെ നേതാവായിട്ട് പോവാണ്. നിങ്ങളുടെ ഇലക്ഷൻ നാരേറ്റീവാണ് പൊളിയുന്നത് അനിൽകുമാർ, അല്ലേ? അപ്പൊ അവിടെയാണ് രാജേന്ദ്രന് ഇപ്പൊ നിങ്ങൾ MLA ആയി, വലിയ നേതാവായി. രാജേന്ദ്രൻ വലിയ നേതാവ് തന്നെയായിരുന്നു. CPM-നെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുമായി പൊരുത്തപ്പെടാനാവാത്ത വിധം ഒരു തെറ്റ് ചെയ്തപ്പോൾ ഈ പാർട്ടി നടപടിയെടുക്കുമല്ലോ. നടപടിയെടുക്കുന്ന ആളുകളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് പാർട്ടിക്ക് സംഘടനാപരമായ രീതിയുണ്ട്. ആ രീതിയുടെ ഭാഗമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ രീതിയുടെ ഭാഗമായി പാർട്ടിക്ക് അത് കൈകാര്യം ചെയ്യാനാകും. അതിനപ്പുറം അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടിയെ വിരട്ടി ഇന്നത്തെ ദിവസം അദ്ദേഹം പറഞ്ഞ എന്താണ്? പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ചെന്ന് കണ്ടതിന് പ്രത്യേകിച്ച് കാരണമില്ല. രാജേന്ദ്രൻ പാർട്ടിയെ വിരട്ടി, പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ തീരുമാനം എടുക്കുമെന്ന് പേടിപ്പിച്ചു. ആ പേടിക്ക് മുന്നിൽ CPM വഴങ്ങി. ആ പേടിക്ക് മുന്നിൽ CPM വഴങ്ങി. അനുനയ ചർച്ചകൾ നടന്നു. അവിടെ LDF കൺവെൻഷനിൽ മണിക്കൊപ്പം കൊണ്ടിരുത്തി. എന്നിട്ടും ചതിച്ചോ രാജേന്ദ്രൻ? അങ്ങനെ NK പ്രേമേന്ദ്രനെ പോലെ ഒരു പാർട്ടിയെ കൊണ്ട് രാജ്ക്ക് രാമാനം ആരെങ്കിലും എവിടെയിരിക്കും കാല് മാറിയാൽ ആ പാർട്ടി പിന്നെ നിയമസഭ കണ്ടില്ല എന്നുള്ളതല്ലേ RSPയുടെ ചരിത്രം. നിങ്ങൾ ഒരു ദിവസം കൊണ്ടങ്ങനെ വരണ്ടു പോകും. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ ഈ പാർലമെന്ററി ഉണ്ടാക്കുന്ന ഈ രാജേന്ദ്രനെ BJP നേതാക്കൾ വീട്ടിൽ പോയി കണ്ടുവെങ്കിൽ താൻ പോന്നെങ്കിൽ പോടോ എന്നല്ലേ ധൈര്യത്തോടെ പറയേണ്ടത്? താൻ പോന്നെങ്കിൽ പോ എന്നല്ലേ CPM ധൈര്യത്തോടെ പറയേണ്ടത്? അതിന് പോലെ ചെയ്തത് എന്താണ്? MM മണി അടക്കം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണം എന്ന് ഒരിക്കൽ പറഞ്ഞ MM മണി അടക്കം പോയി കണ്ടു. MM മണി അടക്കം പോയി ചർച്ച നടത്തി. CV വർഗീസ് അടക്കം പോയി കണ്ടു. അദ്ദേഹത്തെ കൺവെൻഷനിൽ വിളിച്ചു. അദ്ദേഹം കൺവെൻഷനിൽ വേദിക്കൊപ്പോയിരുന്നു. അപ്പോൾ ഉണ്ടാ തന്ത്രം എന്താണ്? LDF-ന്റെ കൺവെൻഷൻ വേദിയിൽ നേരെ ഇറങ്ങി BJP-യിലേക്ക് പോയി. എന്നാൽ രാജേന്ദ്രൻ ഒതുക്കിയ ചതുക്കണിയിൽ പോയി CPM വീണു. CPM വീണുകൂടായിരുന്നു ശ്രീ അനിൽകുമാർ? അവിടെ നിങ്ങൾക്ക് തെറ്റി എന്താണ്? ഞങ്ങളൊരു രാജേന്ദ്രനെ മാത്രമല്ല കാണുന്നത്. ഞങ്ങൾ നീതി കൊടുത്തോന്നാ ചോദ്യം. CPM-ന്റെ ഒരു പ്രവർത്തകൻ സംഘടനാപരമായൊരു തെറ്റ് കാണിച്ചാൽ തെറ്റ് അയാൾക്കൊരു രോഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് പനി വരുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉണ്ടാകുന്ന ഒരു പനിയാണ് പാർലമെന്ററി വ്യാമോഹം. 15 കൊല്ലം MLA ആയിരുന്ന ഒരാൾ, അദ്ദേഹം മാത്രമല്ല CPM-ന്റെ MLA-മാരായിരുന്ന എത്രയോ പേരെ 30-35 പേരെ മാറ്റിയിട്ടല്ലേ ഇത്തവണ സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. പലർക്കും പനി വന്നിട്ടുണ്ടാവും. പാർലമെന്ററി വ്യാമോഹത്തിന്റെ അസ്കിത പിടിച്ച പലരും കാണും. അത്തരം ആളുകൾക്ക് ഒരു രോഗാവസ്ഥ വരുന്നത് പോലെ അത് വന്നാൽ അത് പരിഹരിക്കാൻ പാർട്ടി അവധാനതയോടെ ഇടപെടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. പലരും അത് പൊരുത്തപ്പെട്ടവരുണ്ട്. മന്ത്രിമാരുടെ സ്ഥാനം, ഇലക്ഷൻ കമ്മിറ്റി രക്ഷാധികാരി സ്ഥാനം കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ രാജേന്ദ്രന്. ഇലക്ഷൻ കമ്മിറ്റി രക്ഷാധികാരി സ്ഥാനം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കേരള പ്രഭാരിയുമായി ചർച്ച നടത്തിയ സാഹചര്യത്തിൽ ആ രക്ഷാധികാരി സ്ഥാനമെങ്കിലും ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയും പറ്റിക്കും. അത് തെളിയിക്കുന്ന എന്താണ്? കാശ്മീർ അത് തെളിയിക്കുന്ന കാര്യം എന്താണ്? കാശ്മീർ തെളിയിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അത് തെളിയിക്കുന്ന ഒരു കാര്യമുള്ളൂ. എന്താണ് ഒരു കാര്യം? ഒരു കൊച്ചുകുട്ടിയെ പോലും ഈ പാർട്ടിക്ക് അഭികാമ്യമാണോ അല്ലയോ, അല്ലെങ്കിൽ എത്രത്തോളം അനിവാര്യനാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ ഒരു കൊച്ചുകുട്ടിയെ പോലും BJP-യുടെ കയ്യിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഇടതുപക്ഷ ജാഗ്രത ഞങ്ങൾ പുലർത്തി. അതിനപ്പുറം ഏതെങ്കിലും വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും മുൻകൂർ പറയേണ്ട ഒരു കാര്യം നമുക്കില്ല.